പിന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൂടുതൽ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ്. എയർപോർട്ടിലത്തെ ഇവിടെ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞു. വെള്ളം എടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് പരമാവധി നോക്കുകയാണ്. പക്ഷേ ഈ ഷീറ്റായതുകൊണ്ട് ഇത് തീ പിടിച്ചതുകൊണ്ട് തീ ആളി കത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പെട്ടെന്ന് റെഡിയായി വരുമെന്ന് കരുതുക. ഒരു ഭാഗത്ത് ശമിപ്പിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് ആളി കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ശരിയാണ്, നമ്മൾ കാണുന്നത് അതാണ്. ഫയർഫോഴ്സ് വെള്ളമടിക്കുന്ന പ്രക്രിയ അല്ലാതെ മറ്റൊരു പ്രക്രിയ നടത്താനില്ലല്ലോ. അത് മാക്സിമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇതിൽ ഈ പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ ആളുകളെ ഇറക്കാൻ പറ്റിയത് വളരെ ആശ്വാസമാണ് അല്ലേ? അതാണ്. ഹലോ, ഇനിയാണ് ദിൽഷ വളരെ പ്രധാനപ്പെട്ട കാര്യം. വടകര, കൊയിലാണ്ടി, അതായത് കോഴിക്കോടേക്ക് നഗരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാമുള്ള ഫയർ എഞ്ചിനുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അത്രയും വൻ ഒരു തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും മണിക്കൂർ പെടാപ്പാട് വിട്ടിട്ടും ഇവിടെയുള്ള ഫയർ ഉദ്യോഗസ്ഥർ, നാട്ടുകാരൊക്കെ ചേർന്ന്, സന്നദ്ധ പ്രവർത്തകരൊക്കെ ചേർന്ന് പെടാപ്പാട് വിട്ടിട്ടും ഈ അണക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സ്ഥിതി. അതുകൊണ്ടാണ് ഈ എത്തിക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് വരാൻ കഴിയുന്ന ഫയർ എഞ്ചിനുകളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ ഫയർ എഞ്ചിനുകൾ വീണ്ടും ഇവിടത്തേക്ക് ഈ ബസ് സ്റ്റാൻഡിന്റെ മറ്റ് എക്സിറ്റ്, സാധാരണ വാഹനങ്ങൾ പുറത്തേക്ക് പോകുന്ന ആ ഭാഗത്തു കൂടി ഫയർ എഞ്ചിനുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ എയർപോർട്ടിൽ നിന്ന് വന്ന ആ ഒരു യൂണിറ്റ് കൂടി സ്ഥലത്ത് എത്തുകയാണെങ്കിൽ അത് വളരെയേറെ ആശ്വാസകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുവരെ ഇവിടെയുള്ള ഫയർ യൂണിറ്റുകളൊക്കെ ഉപയോഗിച്ച് തീ പരമാവധി ആളിക്കത്തുന്നത് കുറച്ചു നിർത്തുക, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാതെ പടരാതെ നിയന്ത്രിച്ചു നിർത്തുക എന്നൊരു രീതി ആണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് എന്നാൽ പറയാൻ കഴിയും. കടയുടെ അകത്ത്, ആ കെട്ടിടത്തിൽ, തുണിക്കടയുടെ അകത്ത് തീ വളരെ ശക്തമായി തന്നെ കത്തി നിൽക്കുന്നൊരവസ്ഥയാണ്. ഒരു 1.25 മണിക്കൂറിലധികം സമയമായി കോഴിക്കോട് നഗരത്തിൽ ഈ തീപിടുത്തമുണ്ടായിട്ട്. തുണികളും പ്ലാസ്റ്റിക്കും, ഈ കടയുടെ തന്നെ റീറ്റെയിൽ ഷോറൂം, അതുപോലെ ഗോഡൌൺ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അവിടെ തന്നെയാണ്. അത് എല്ലാം പൂർണ്ണമായും കത്തി പോയി എന്നുള്ളതാണ്. ഒപ്പം ഷീറ്റ് മേഞ്ഞതാണ്. ടെക്സ്റ്റൈൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചുവരിൽ പ്ലാസ്റ്റിക് പോലെയുള്ള സാധനം, ട്രാൻസ്പെറൻസിക്കൊക്കെ വേണ്ടി അതുപോലെയുള്ള ഒരു വസ്തുവാണ് ഉണ്ടായിരുന്നത്. അതും വളരെ പെട്ടെന്ന് ആളി കത്തിയാണ് തീ ആകെ പടർന്നു പിടിച്ചു പോയത് എന്നുള്ളതാണ്. ഫയർ എഞ്ചിനുകൾ നമ്മൾ പറഞ്ഞതുപോലെ കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തമാണ് ഇത്ര സമയമായിട്ടും അണയ്ക്കാൻ കഴിയാത്ത നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കെട്ടിടത്തിനുള്ളിൽ തീ ആളിപ്പടരുക തന്നെയാണ്. വലിയ തോതിൽ പുകയുയരുന്നു. ഒരു ഭാഗത്ത് കെടുത്തുമ്പോഴേക്കും മറുഭാഗത്ത് വീണ്ടും തീ ആളുന്ന സ്ഥിതിയാണുള്ളത്. ഒട്ടേറെ ഫയർഫോഴ്സ് എഞ്ചിനുകൾ വന്ന് നിരന്തരം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ആളുകളൊക്കെ നേരത്തെ അവിടെ താഴെ ഉണ്ടായിരുന്ന കടകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റുകയും അവിടെ ഉണ്ടായിരുന്ന പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളൊക്കെ പരമാവധി സുരക്ഷിത ഇടത്തേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ നിലയ്ക്കുള്ള നഷ്ടങ്ങൾ ഒഴിവായി. പക്ഷേ ഈ കടകൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്.